ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ, അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫിദയുടെ നാത്തൂന് പ്രസവിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രസവിച്ചിട്ട് നമ്മൾ കുട്ടീനെ കാണാൻ പോണ വീഡിയോന്ന് നമ്മൾ കഴിഞ്ഞ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് കുട്ടിയുടെ മുടി കളച്ചിലാണ്. നമ്മുടെ നാട്ടിൽ അങ്ങനെയായിട്ട് പറയാം, മുടി കളച്ചിൽ. ചില നാട്ടിൽ പേരിടൽ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ നാട്ടിൽ മുടി കളച്ചിൽ എന്ന് പറയാം. അപ്പോൾ നമ്മൾ അതിന് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. എന്താണ് ഇതെന്താണ് കാണിച്ച എന്താ പറയാ. അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാല് ഫിദയുടെ നാത്തൂന്റെ പെണ്ണാണല്ല, കുട്ടി പിറന്ന ദിവസം കുട്ടിയുടെ 17 ഇതാണ് നമ്മളെ സെറ്റപ്പ്. ഇവരുണ്ടാക്കിയതാണ്. ആ കെട്ട് ഞാൻ കെട്ടിയതാണ്. ഞാൻ അതൊക്കെ വെച്ചു. അല്ല ഇത് കുടിച്ചു. എന്താണ് ഞാൻ പിടിക്കൂല. ചാക്കോ തൊട്ടിയാട്ട് മടി എല്ലാരും വരും ചെയ്ത് നേരത്തെ ശരി കേട്ടോ, മുട്ട എടുക്കാൻ പോവാങ്ങള് എല്ലാരും നോക്കണ. നമ്മൾ മറ്റുള്ളവരെന്ത് ചിന്തിക്കുന്നു വെച്ചാൽ നമ്മളെന്ത് പ്രവർത്തിക്കുന്നതിലാണ് കാര്യം. എല്ലാവരും ഉണ്ട്. എന്താണ് ആ കരിവാളിച്ചിക്കണല്ലോ? കളിക്കാൻ പോയിക്കോളി. കരിവാളിച്ചെന്ന് ചോദിച്ചാലേ എന്താ വെച്ചാല് കളിക്കാൻ പോയിട്ട് കരിവാളിച്ചല്ല, പിന്നെന്താ, കുടുംബം നോക്കാൻ വേണ്ടിട്ട് അധ്വാനിച്ചിട്ട്. ഇത് ഫോട്ടോ എടുക്കാൻ വന്നതാട്ടോ ഗൈസ്. ഓള് റെഡൊക്കെ ഇട്ടിട്ട് ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. ഇറങ്ങി ഒന്ന് കറങ്ങിക്ക, ഒന്ന് കറങ്ങിക്ക. അന്ന പോത്തൊന്നും കണ്ടിട്ടില്ലല്ലോ. ഇല്ല, ഞാൻ കഴിഞ്ഞിട്ടാണ് റെഡ് ഇട്ടില്ല. ഇതുണ്ടല്ലോ പിന്നെ ഇച്ചുവിന്റെ കൂടെ കറങ്ങ്. ആങ്ങളും പെങ്ങളും കൂടി കറങ്ങാണ്. ഇച്ചു കറങ്ങാനാണ് പറയുന്നത്. ഇച്ചു കറങ്ങാൻ വയ്ക്കൂലല്ലോ. അതോയോ അല്ല, ഇവിടെ വന്നാ എന്നോട് ചോദിക്കാണ്ട് എന്തൊക്കെ ഫുഡ് പിന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇവിടെ ഇന്നലെ വന്നേക്കണേ, എന്നിട്ട് ഓൾക്ക് അറിയില്ല. 15 അങ്ങനല്ല, ഇന്ന് രാവിലെ നിങ്ങൾ എവിടെ പോയി എന്നിട്ട് അല്ല രാവിലെ എണീറ്റ് വന്നിട്ടുണ്ട് എസാന്ന് വിളിക്കണം. അപ്പൊ എസ ഇവിടെ ഇല്ലല്ലോ അറിയണേ. അങ്ങനല്ല, ഇവലിനോട് പറഞ്ഞേ ഇജ് ആണ്ട് പോയിക്കോ, ഞങ്ങള് കുറച്ച് കഴിഞ്ഞിട്ട് വരാന്ന്. ഇപ്പൊ ഞാൻ നിങ്ങൾ ഈ നേരത്തെ വരുള്ളൂ, ഈ നേരത്തെ ഞാൻ ഇങ്ങനെ പരിപാടി കയറിയ അറിയാതെ ഫോട്ടോ ഇതാണ് നമ്മളെ നസ്രിയുടെ വീട്.
നമ്മൾ ഫുഡ് കഴിക്കാൻ പോണത് അപ്പുറത്തെ വീട്ടിലാണ്. എന്താ കാട്ടണ്? ഐസ്ക്രീമൊക്കെ വേണോ? അക്കീമോ അങ്ങോട്ട് പോയി നോക്ക്. മുത്തമ്മടുത്തേക്കീമോ. ഓ ഇതാ വരുന്നേ. നീ കരയില്ലേ? കുട്ടിക്കാരല്ലേ പറയും കേക്കണ്ട കുട്ടി കാര്യണ്ട. എന്നാ നമുക്ക് പോവല്ലേ? ബേബി നല്ല കരച്ചിട്ടാണ്. മാമിനെ കണ്ടിട്ടാ തോന്നുന്നു. എന്താണ് വാവേ? മാമി നുള്ളി തോന്നുന്നു ബേബിന്. നോക്കട്ടെ എന്താ ചെറിയ ഹാപ്പി ബർത്ത്ഡേ. ആരാ ഹാപ്പി ബർത്ത്ഡേ? ആര് ഹാപ്പി ബർത്ത്ഡേ? ആര് ബർത്ത്ഡേ? എച്ചിനെ പോവല്ലേ നമുക്ക്? ഇന്ന് പോവാം. ഇതൊക്കെ ആരതാണ്? വായ നമുക്ക് പോവാം. എസൊക്കെ ഇന്നലെ വന്നിക്കണു ഗൈസ് അല്ലേ? എസ് ഇന്നലെ വന്നിക്കണില്ലേ? ഇത് പെട്ടിയും കിടക്കേണ്ട എടുത്ത് പറയും. മാമിനോടൊക്കെ പറയും. അവടുക്ക് ബേബിക്ക് പോവാന്ന് പറയും. താത്ത നാളെ വരാ പറഞ്ഞാ. താത്ത നാളെ വരാ പറയും. മാമിനോട് പോവാ പറയും. നാളെ വരാ പറയും. നാളെ വരാ പറയും. നാളെ വരുമ്പോ കൊണ്ടേ പറയും. ബേബിനെ കൊണ്ടുപോവാ. എന്നെടുക്ക് ബേബിയെ പറയും. വാ പറയും. കൈ നീട്ടി കൊടുത്താ. അവിടെ കെടുത്തിക്കാളാ. അത് മാറ്റിട്ട് ഞങ്ങള് പോയിട്ടാ. ഇത് നല്ല ഡിസ്കഷനിലാണ്. ഇത് ഉമ്മയും കൂടി നല്ല ഡിസ്കഷനിലാണ്. ഇതാട്ടോ ഫിദയുടെ അമ്മ.
എന്നാ പോരെ നീച്ചൂട്. അന്ന് ശരി കേട്ടോ, ഞാൻ പോയി. ഓള് ചീത്ത ചെക്കുണ്ടല്ലോ ഇവിടെ, ഇജാസും ബേബിലുണ്ട് ഇവിടെ. കുപ്പായ ഉണ്ടായ പട്ടാളക്കാർക്കാണ് ചെറുപ്പത്തിന്. പെയിന്റില് മുങ്ങിയത്. എവിടക്ക പോണ്? എവിടക്ക്? കുട്ടിക്ക് കുപ്പിയിൽ മേടിച്ചോ, ഓള് ഒന്ന കൊടുക്കാം. ആ കുട്ടിയുടെ കുട്ടിക്ക് ഈ കുപ്പിയിൽ മേടിച്ചോ, ഓൾക്കൊന്ന് ഒന്നെ ഇതാക്കി കൊടുക്കാം. ഭാസ്കരേട്ടന്റെ ബാൽസർവത്ത്. ഇതാണ് ഗൈസ് ഭാസ്കരേട്ടന്റെ ബാൽസർവത്ത്. ഇത് കുടിച്ചിട്ടില്ലല്ലോ ഇവിടെ കോഴിക്കോട് വന്നിട്ട് കുടിച്ചോ? അതാ മേടിച്ചോ? വിചാരിച്ച് എന്നും ബീച്ചിക്കല്ല പോക്ക്. അപ്പൊ ഒന്ന് എന്തെത്തി നോക്കണം. കാറ് മാറ്റി അതേറ്റല്ലോ വരുന്നിങ്ങോട്ട്. അപ്പൊ നമ്മളിതിൻ്റെ ശാസ്ത്രജ്ഞ. ഞാൻ പിന്നെ ശാസ്ത്രം പഠിച്ചിട്ടില്ല, അതുകൊണ്ടൊക്കെ തോന്നറിയില്ല. പഠിക്കണേന്ന് എന്നാ പറയാ അതാരാണ്? എന്ത് ഐസക് ന്യൂട്ടനോ ഇരിക്കണ ആള്? പിന്നെ ആപ്പിൾ ഉണ്ടില്ലേ, ഓറഞ്ചാണത്, ഓറഞ്ച് ആപ്പിളാണ് കയ്യില്. ഗുരുത്വാകർഷണം എന്താ അറിയത്? ഗ്രാവിറ്റി. മഹാത്മാഗാന്ധി. ഈ ഗാന്ധി കണ്ണട, നമ്മളെ വളാഞ്ചേരത്തെ ഗാന്ധിജി കണ്ണട ഇല്ല. കണ്ണട ഉറങ്ങുമ്പോഴുള്ള ഫോട്ടോ. കണ്ണു അടച്ചിരിക്കണം മൂപ്പരാള്. റോക്കറ്റ് ഒന്ന് വിക്ഷേപിക്കണം. ഞങ്ങളവിടെ കാത്തു നിൽക്കണം. ഇത് കിണറാണ്. കിണറാണ്. ഇത് നമ്മളെ കൈനാനാണ്, കൈനാൻ ഗ്ലാസ് ആണ്. വേറെ ഒന്നും കുടിക്കാൻ വേണ്ട. തിരിയുന്ന കസേരയാണ് ഗൈസ്. ഉമ്മച്ചി നാട്ടി കൊടുക്ക്, ഉമ്മച്ചി നാടട്ടെ. എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് സംഭവം? എന്നാ അറിയിക്കോ അറിയിക്കോ. ഓൾക്കറിയില്ല, ഓള് ഇത് തൊടാത്ത സൗണ്ട് ഉണ്ടാക്കുന്ന സാധനമാണ്. എന്താ മനസ്സിലായി നിങ്ങക്ക്? എന്താണിത്? ചൂടുണ്ടോ? ബിന്ദു എന്താണ് ചൂടുണ്ടോ? കണ്ടുപിടിക്കാൻ കൈ വിവിധ ഭാഗങ്ങളിലേക്ക് ചലിപ്പിക്കുക. ഇതെന്താ സാധനം? അപ്പൊ പൊട്ടിക്കോ? ഇത് ഡീസലാ. ഇങ്ങനെ പിടിച്ചിട്ട് എടുത്തെറിച്ചു.
അതാ റിച്ചയുടെ ശരീരഭാഗത പ്ലാനറ്റോറിയത്തിൽ നമ്മൾ അക്വ ലൈഫിലാണ്. മക്കൾക്ക് കുറേ കാണാനുണ്ട്, പഠിക്കണ കുട്ടികൾ. അവിടെ ഇതെന്തൊക്കെ കണ്ടു? ഇതൊന്നും പിന്നെ എനിക്ക് മനസ്സിലാവൂലല്ലോ അല്ലേ? ഞാൻ ചെറുതാകുമ്പോ വന്നതാണ്, സ്കൂൾ പഠിക്കുമ്പോ വന്നതാണ്. മുകളിലും താഴെ പല്ല് വരുന്നുണ്ട്, അപ്പൊ അത് കാരണം ഭയങ്കര വാശിയാണ്, ക്ഷീണുണ്ട്, പല്ലിങ്ങനെ കടിക്കാം. അതാണ്ടോ പിന്നെ ഏതായാലും നമ്മൾ കോഴിക്കോട് വന്നതല്ലേ വെച്ചിട്ട് പിന്നെ എന്നും ബീച്ചിക്കാൻ പോവാം. അപ്പൊ നേരെ പ്ലാനറ്റോറിയത്ത് കയറി അല്ലേ? എന്നാ ആ പഠിച്ച എവിടെ ഒപ്പിട്ട് മീനൊക്കെ ഉണ്ട് കണ്ടോ? മേടിച്ചിട്ട് പോവാം. പിന്നെ ഏതാട്ടാ അല്ല, ഉറക്കം പോവാൻ ഉപ്പിലിട്ടത് അതും നെല്ലിക്ക. ഉറക്കം വണ്ടി ഓടിക്കുമ്പോ ഉറക്കം വരികയാണെങ്കിൽ ഉപ്പിലിട്ട സാധനം കഴിച്ചാൽ ഉറക്കം പോകും. ഫ്രോസൺ ഓഷൻ പറഞ്ഞേ, അതിന് ഓരോ ഡെഫിനിഷൻ പറഞ്ഞോ എന്തൊക്കെ? ഇതെന്താ? അതാണ് വിത്തൗട്ട് വാട്ടർ, വെള്ളമില്ലാത്ത ഭൂമി. ഇതെന്താ? തിരമാല, സുനാമിയെ കണ്ടു ഇവിടെ? തിരമാലയും കണ്ടു. ഇപ്പൊ കണ്ടില്ലേ തിരുമല വരുന്നതാണോ? തിരമാല വരുന്നത്? നല്ല ഹൈ പ്രഷറിൽ കയറുമ്പോഴാണ് വരാത്തത്. ഹൈ പ്രഷറിൽ വരുമ്പോഴാണ് വരാത്തത് വരുന്നില്ലല്ലോ. അതാ അപ്പോൾ ആ ഹൈ പ്രഷറിൽ വരുമ്പോഴാണ് ഈ വീടുകൾക്ക് ക്ഷതം സംഭവിക്കുന്നതും കടലാക്രമണം ഉണ്ടാവുന്നതും. കരയിൽ നിന്നും കടലിലോട്ട് പകൽ സമയങ്ങളിൽ കാറ്റടിക്കുന്നു, രാത്രി സമയത്ത് കടലിൽ നിന്നും കരയിലോട്ടാണ് കാറ്റടിക്കുന്നത്. ഇതെന്താ? മക്കളെ നോക്കങ്ങോട്ട്, എന്തോന്നൂടി പറഞ്ഞ? നോക്ക് മക്കളെ, നോക്കങ്ങോട്ട്, നോക്ക് മക്കളെ, നോക്ക്. സുഖാണ്. റഫി ആദ്യമായിട്ട് വരാണ് ഗൈസ്. ആകാശത്ത് സ്ക്രീന് സൈഡിൽ തപ്പുമായിരുന്നു, മേലെയാണെന്ന് എനിക്കറിയില്ല. അവിടെ കൊറേ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടോ, നമ്മളെ കാണണ്ടാവോ? അപ്പൊ ഞങ്ങളിത് കണ്ടിട്ട് വരാം. ആകാശത്തിലെ നക്ഷത്രങ്ങൾ കാണിച്ചു തരട്ടാ. ലൈറ്റ് ഓഫ് ആക്കുമെന്ന് പറഞ്ഞ ലൈറ്റ് ഓഫ് ആക്കിയിട്ടില്ലാന്ന്. കയ്യൂടെ സിനാപ്പിയ എന്റെ കുട്ടി അതത് ആ മോന്തൊക്കെ ഒന്ന് അടിക്കാഞ്ഞ ഭാഗ്യം. തല 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 എൽസിനെ നക്ഷത്രം കണ്ടോ? രോഹിണി എന്തൊക്കെയാണ്? വ്യാഴം ബുധൻ ചൊവ്വ ഓലൊക്കെ കണ്ടിച്ച് ഞാൻ കുറച്ച് ഉറങ്ങി. എന്തായാലും നമ്മളെ ഫീഡിങ് നടന്നു. അതെ, ഞാൻ ഇനി സമയം വേറെ കണ്ടെത്തണ്ട, അത് കഴിഞ്ഞു. ലൈറ്റ് ഓഫ് ആക്കിയോണ്ട് ഞങ്ങൾ രണ്ടാളും സ്റ്റാർട്ട് ചെയ്ത മുതൽ എന്താണ് എൻഡിങ് വരെ രണ്ടാളും നമ്മൾ പറയില്ലേ 20 മണിക്കൂർ 22 മണിക്കൂർ 22 മിനിറ്റ് കൊടുക്കണമെന്ന് ആദ്യമായിട്ട് രണ്ടാളും ഇരുന്ന് കറക്റ്റ് ടൈം വരെ. ഇതാ മറ്റൊരു കാറ് പൊക്കാൻ വെക്കണം. ആ പൊന്തിനാ പൊന്തിന് കാറ് പൊന്തി പൊന്തി കാറ് പൊന്തി.
പകുതി കണ്ടിറങ്ങി, സമയമില്ലാത്തോണ്ട്. ഇനി എന്താ അടുത്ത്? ഞാൻ അടുത്തെന്താ വീട്ടിൽ പോവാ വളാഞ്ചേരി. ചാടിക്കണ്ടേ? ആ വീട്ടിലുള്ള കളിയില്ലല്ലേ. ഞങ്ങൾക്ക് ഫുഡ് മെയിനാ. ഞാൻ മറ്റേ എടുക്കും. ഞാൻ ഈ കാലഘട്ടത്തിൽ നമ്മള് കോട്ടക്കല്ല എവിടെ കയറണം എന്നുള്ള കൺഫ്യൂഷനിലാണ്. റംഷ് അറബി ആയതുകൊണ്ട് ഓനക്ക് ഇവിടുത്തെ ഫുഡ് വേണം, ഞങ്ങൾ മലയാളി ആയതുകൊണ്ട് ഞങ്ങൾക്ക് അവിടുത്തെ ഫുഡ് വേണം. അവനെ 10 കൂടി അടിക്കണം എന്നാ പറഞ്ഞിട്ടുണ്ട്. എന്നാ പോരി, നല്ല മഴക്കുള്ള കൂടുണ്ട്. കളി അടക്കും റഫിയ. ഇതൊക്കെ നല്ല വെറൈറ്റി ഫുഡ് വേണം. പിന്നെ പുറത്തല്ല കാറ്റുണ്ട് പറഞ്ഞിട്ട് കാറ്റുള്ള പോലെ ഇവിടെ രണ്ടാൾക്കും ബേബി ചെയർ കിട്ടിയില്ലേ. പുറത്ത് നല്ല മഴ പെയ്യുന്നു. എല്ലാവരും വെറുതെ ഇരിക്കുമ്പോൾ ഒരു പണി കൊടുക്കും. തോണി ഉണ്ടാക്കുന്ന മത്സരമാണ്. ആരതാ നന്നാവാൻ ബേബി ചെയർമെന്നൊക്കെ ടേബിളിൽ പ്ലേറ്റ് തീർക്കുക. ഒരാളിത് ഇവിടെ നല്ല മഴയും ഇടിയും പൊട്ടുന്നുണ്ട്. കളർഫുൾ ആക്കാൻ വേണ്ടിട്ടല്ല അങ്ങനെ ഉണ്ടാക്കിയത്. കളർഫുൾ ആകട്ടെ. പിന്നെ ഇരുത്തല്ലേ ഇവിടെ തോണി ഉണ്ടാക്കൽ ഫൈനൽ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. മാർക്കിടെ റെഡിയാട്ടാ. ഇത് പിതയുടെ ഇത് റംസുവിന്റെ തോണി. നിങ്ങളെ തോണിയാ? എന്റെ തോണി ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ തോണിയോ ഇങ്ങോട്ട് വരണോ? ഇത് ഇരിക്കണ്ടേ? എന്തിനാണ് അപ്പൊ ഞങ്ങൾക്ക് പോവാനുള്ളത് തോണി ഉണ്ട് വെച്ചാ അത്? മറ്റേ മീൻ പിടിക്കാൻ പോണത് അത് കുറച്ച് സ്റ്റാൻഡേർഡ് തോന്നും. കൊച്ചി കപ്പലല്ലേ? അല്ല ഇതാ സ്റ്റാൻഡേർഡ്. ഇല്ല, ഇത് ചിക്കൻ. അവിടെ രണ്ടാള് മട്ടൺ സൂപ്പ്. മട്ടനിൽ എന്താ പീസ് ഉണ്ടാകും? മട്ടൺ സൂപ്പും ഞങ്ങൾ ചിക്കൻ സൂപ്പും അല്ലേ? പക്ഷേ ടേസ്റ്റ് ഞാനും പാടെ ഒന്നാ പറഞ്ഞത്. പാവം കുട്ടി നോക്കിയിരിക്കുന്നു അവിടെ.